ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ലേ? അതെ, എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഇൻ്റർനാഷണൽ വിഴിഞ്ഞം സീപോർട്ടിലേക്കാണ്. ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്യുന്നത് മെയ് 1-ാം തീയതിയാണ്. അതായത് നമ്മുടെ മോദിജി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള ദിവസമാണ്. നമ്മുടെ മോദിജി വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതിൻ്റെ ആകാംക്ഷയോടെ നിങ്ങളെപ്പോലെ തന്നെ നമ്മുടെ തുറമുഖത്തിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായി എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങളും ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വന്തം ഇന്റർനാഷണൽ വിഴിഞ്ഞം സീപോർട്ടിലാണ് ഇത്. എന്താ പറയുക, നമുക്ക് ഇനി ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന നമ്മുടെ സ്വന്തം ഇന്റർനാഷണൽ സീപോർട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സീപോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം സീപോർട്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഫസ്റ്റ് ഞാൻ അറിയുന്നത് ഫോട്ടോ വന്നതിന് ശേഷം ഞങ്ങളുടെ അവിടുത്തെ കുറച്ച് വീടുകളും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കടല് ഞങ്ങൾ നന്നായി ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ തുറമുഖം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കാര്യമായ വിവരങ്ങൾ ഈ തുറമുഖത്തിനെ കുറിച്ച് അറിയില്ല എങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള അറിവിൻ്റെ പരമാവധി ഞങ്ങൾ അവിടെ പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. മെയിനായിട്ട് സീപോർട്ടിനെ തിരഞ്ഞെടുക്കുകയെന്ന് പറയുമ്പോൾ കപ്പൽ ചാനലിൻ്റെ അടുത്ത് കിടക്കുന്ന ഏരിയയാണ്. പിന്നെ സ്വാഭാവികമായിട്ടുള്ള ആഴമുള്ളത് കൊണ്ടാണ്. ഇതാണ് മെയിൻ റീസൺസ് നമ്മുടെ ഈ ഏരിയയിൽ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ റീസൺസ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ സർ ഉമ്മൻചാണ്ടി സാറാണ് നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ഉദ്ഘാടനം കുറിച്ചത്. മീൻസ് അതിന് തുടക്കം കുറിച്ചത്. അതിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ സർ പിണറായി വിജയൻ്റെ ഭരണസമയത്ത് മെയ് 2-ന് നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ 1-ാം ഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. അതായത് മെയ് 2-ന് പ്രധാനമന്ത്രി കരാറിൽ ഒപ്പിടുന്നത്, അതായത് 1-ാം ഘട്ടം പൂർത്തിയായതിൻ്റെ ഭാഗമായിട്ടുള്ള കരാറിൽ ഒപ്പിടുന്നതിനും 2-ാം ഘട്ടം പണി തുടങ്ങുന്നതിനും വേണ്ടിയുള്ള എഗ്രിമെൻ്റ് പാസ്സാക്കുന്നതിനും വേണ്ടിയാണ് 2-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിൽ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ, അതായത് 2-ാം തീയതിക്ക് ശേഷം ഒരു വിഹിതം കേന്ദ്രത്തിനും ഒരു വിഹിതം നമ്മുടെ കേരള ഗവൺമെൻറ്റിനും ഒരു വിഹിതം നമ്മുടെ അദാനി ഗ്രൂപ്പിനുമാണ് പോകുന്നത്. കൂടുതൽ എത്ര വിഹിതം എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു രീതിക്ക് വിവരണം ചെയ്യുന്നത്. ടോട്ടൽ 3 ഘട്ടം ഉണ്ടെന്നാണ് അറിയുന്നത്. കൂടുതൽ എത്രയുണ്ടെന്ന് അറിയില്ല. ഞങ്ങളിവിടെ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞ കപ്പലിൻ്റെ പേരെന്ന് പറയുന്നത് AS ആൽബയാണ്. ഈ AS ആൽബ കപ്പൽ ഡിജിബട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ AS ആൽബയ്ക്ക് ഏകദേശം 17 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. അതായത് 2008-നാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് ലിബേരിയയുടെ ഫ്ലാഗ് വെച്ചിട്ടാണ് ലിബേരിയയുടെ ഫ്ലാഗാണ് ഈ AS ആൽബ വച്ചിരിക്കുന്നത്. പിന്നെ ഈ കപ്പൽ നമ്മുടെ ഈ വിഴിഞ്ഞം സീപോർട്ടിലെത്തിയത് ഏപ്രിൽ 30-ാം തീയതി ഈവനിംഗ് ആണ് എത്തിയിരിക്കുന്നത്. ദിനംപ്രതി നമ്മുടെ ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ ദിനംപ്രതി കപ്പലുകൾ എത്തുന്നുണ്ട്. വലിയ വലിയ കപ്പലുകളൊക്കെ എത്തുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു നമ്മുടെ സീപോർട്ടിൻ്റെ ആ ഒരു എത്രത്തോളം പണി എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പൊസിഷൻ ബാർജാണ്. അതായത് ഈ ഒരു പൊസിഷൻ അനുസരിച്ചാണ് ആ പൊസിഷൻ ബാർജ് കിടക്കുന്നതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് കല്ലുകൾ കൊണ്ടിടേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് പൊസിഷൻ ബാർജ് അവിടെ ഇട്ടേക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കപ്പലിൽ നിന്നും കണ്ടെയ്നറുകളെല്ലാം താഴെ ഇറക്കി വെച്ചിരിക്കുന്ന ഒരു ദൃശ്യമാണ്. അതായത് ലിഫ്റ്റ് ഉപയോഗിച്ച് ഒത്തിരി ലിഫ്റ്റുകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലിഫ്റ്റുകൾ ഉപയോഗിച്ച് കപ്പലിൽ നിന്നും വലിയ ലിഫ്റ്റ് എന്ന് പറയുന്നത് ആ യെല്ലോ കളർ വെച്ചിട്ടുള്ള യെല്ലോയും ബ്ലൂവും ചേർന്നിട്ടുള്ള ലിഫ്റ്റ് കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെയ്നറുകൾ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തായിട്ട് കുഞ്ഞു ലിഫ്റ്റുകൾ കാണുന്നുണ്ട്. ലിഫ്റ്റല്ല ക്രെയിനുകൾ കാണുന്നുണ്ട്. ആ ക്രെയിൻ ഉപയോഗിച്ച് താഴെ ഇരിക്കുന്ന കണ്ടെയ്നറുകൾ ലോറിയിലോട്ട്
എടുത്തു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള വിവരണങ്ങൾ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ നിങ്ങളെല്ലാവരും കാണുക. അതിൽ കൂടുതലായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ സീപോർട്ടിനുള്ളിലോട്ട് ചെന്നിട്ടായിരിക്കും ആ ഒരു വീഡിയോ പകർത്തുന്നത്. അപ്പോൾ എന്തൊക്കെ ജോലി സാധ്യതകളുണ്ടെന്നൊക്കെ കൂടി ആ ഒരു വീഡിയോയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ടുള്ള വിവരണങ്ങൾ, അതായത് നമ്മുടെ സ്വന്തം ഇൻ്റർനാഷണൽ സീപോർട്ടിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.